ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നല്ല നാടൻ വറുത്തരച്ച ബീഫ് കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. 1 കിലോ ബീഫിനാണ് ഞാനത് ചെയ്യുന്നത്. ബീഫ് നമുക്ക് നന്നായിട്ടൊന്ന് ഉപ്പിലൊഴിച്ചെടുക്കണം. പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഗരം മസാല എല്ലാം കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി നമുക്ക് കുക്കറിൽ ഒരു 6-7 വിസിൽ കേൾപ്പിക്കത്തക്ക വിധത്തിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ടിട്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് തേങ്ങ ഒന്ന് മൂക്കെ വറുത്തെടുക്കാം. 1 കിലോ ബീഫിന് ഒരു തേങ്ങ എന്നുള്ള കണക്കാണ്. ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ടായിട്ടുള്ള നമ്മളുടെ കുരുമുളകും പിന്നെ അതുപോലെ കറുകപ്പട്ട, പിന്നെ ഗ്രാമ്പൂ ഇതെല്ലാം ചേർത്ത് കൂടാതെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂക്കെ വറുത്തെടുക്കുക. നന്നായിട്ട് മൂക്കെ വറുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡാവും. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി, ഒരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഈ കറിയിൽ ഇത്തിരി അധികം ചേർക്കണം. വറുത്തരപ്പിന് ടേസ്റ്റ് കൂട്ടാൻ വളരെ നല്ലതാണ് മല്ലിപ്പൊടി. അപ്പോൾ അങ്ങനെ നമുക്കതെല്ലാം നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വെള്ളം തൊടാതെ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതെല്ലാം അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുശേഷം പൊടികളായ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. എണ്ണ പോരെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. തക്കാളി ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി നന്നായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് 1 കിലോ ബീഫിന് 1/2 കിലോ പച്ചക്ക, പകുതി കണക്കാണ് പച്ചക്ക ഇടുക. നേരത്തെ ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് നമുക്ക് ഈ പച്ചക്ക വേവിക്കാനായിട്ട് നമുക്ക് എടുക്കാം. ഈ സ്റ്റോക്കിൽ കിടന്നാണ് നമുക്ക് പച്ചക്ക പാതി വേകുന്നത്. പകുതി വെന്ത പച്ചക്കയിലോട്ട് നമുക്ക് ബാക്കിയുള്ള ബീഫിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് രണ്ടും കൂടി ഇളക്കി നന്നായിട്ട് തിളപ്പിച്ച് നമ്മൾ വേവിച്ചെടുക്കാം. ഈ സമയത്താണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ്, വറുത്തരച്ച അരപ്പ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അടിയെ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു ചെറിയ തീയിൽ നമുക്ക് ഇത് വയ്ക്കാം. ഇതിൽ നമ്മൾ കറിവേപ്പിലയാണ് യൂസ് ചെയ്യുന്നത്. മല്ലിയില ഒരിക്കലും ചേർക്കരുത്. കാരണം ഇത് നാടൻ വറുത്തരച്ച ബീഫ് കറിയാണ്. നാടൻ രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ കറിവേപ്പില തന്നെ ഇടണം. കൈകൊണ്ട് ഞെരടി കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിനകത്ത് ഇടാം. അതിനുശേഷം തീ കുറച്ച് വെച്ച് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വറുത്തരച്ച ബീഫ് കറി വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അത്താഴൂണിൻ്റെ സമയത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിഭവമാണ്. കല്യാണത്തലേന്ന് അത്താഴൂണിന് നമുക്ക് കിട്ടാറുള്ള വിഭവമാണ്. വളരെ ടേസ്റ്റേറിയ ഒരു വിഭവമാണ് ഇത്. എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, അങ്ങനെ എന്ന് വേണ്ട എല്ലാ ഇതിൻ്റെ കൂടെ നമുക്ക് മെയിനായിട്ട് ഇത് പോകുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി വളരെ പേർക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.